ദേഹം, ദേഹി, ആത്മാവ് എന്നീ മനുഷ്യൻ്റെ 3 ഘടകങ്ങളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാന ക്ലാസ്സിലേക്ക് നാം വരുമ്പോൾ 1-2 വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് അത് വിശദീകരിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഒന്നാമതായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം അതിപ്രകാരമാണ്: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ വാക്യത്തിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു വിശ്വാസി യേശുക്രിസ്തുവിനോട് എടുക്കപ്പെടും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെടും. അത് പറയുമ്പോൾ അവിടെ ഈ ഗ്രന്ഥകർത്താവായിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് മനുഷ്യനെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് ദൈവത്തോടൊപ്പം ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളെ ആ ഒറ്റ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആ വാക്യത്തിൻ്റെ അർത്ഥം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അവിടെ മുഴുവനും എന്ന വാക്ക് ഗ്രീക്കിൽ അതൊരു നാമവിശേഷണമാണ്. അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചതായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും മനുഷ്യനുണ്ട്, അതിലേക്ക് എത്തിച്ചേരണം. അത് വിശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ദൈവം വിശുദ്ധീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ യേശുക്രിസ്തുവിനോടൊപ്പം ആ വ്യക്തി എടുക്കപ്പെടുന്നു. അപ്പോൾ അവൻ്റെ പൂർണ്ണമായ ശുദ്ധീകരണം ആണ് ഇവിടുത്തെ ലക്ഷ്യം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് ഇതെല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ് ആ വ്യക്തിയെ യേശുക്രിസ്തുവിലെങ്കിലേക്ക് എടുക്കപ്പെടുന്നത്. അത് പറയുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഈ 3 ഘടകങ്ങളെ അവിടെ ആ വാക്യത്തിൽ പറയുന്നത്. മറ്റൊന്ന് ആ വാക്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം ശുദ്ധീകരണമാണ്. അവിടെ ഒരു വ്യക്തിയുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അവൻ്റെ എല്ലാ തലങ്ങളെയും ശുദ്ധീകരിക്കുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. ശുദ്ധീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കുക എന്നാണ്, വേർതിരിച്ച് നിർത്തുക. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി ഈ ലോകത്തിലെ എല്ലാ അശുദ്ധിയിൽ നിന്നും വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നൊരു ഉദ്ദേശം അവിടെയുണ്ട്. പക്ഷേ ഒരു വിശ്വാസിക്ക് പൂർണ്ണമായിട്ടും അത് സാധ്യമല്ല എന്നത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവമാണ് ആ വ്യക്തിയെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിലാണ് പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ദേഹം, ആത്മാവ്, ദേഹി ഈ 3 കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആ വിശ്വാസിയുടെ പൂർണ്ണ തലങ്ങളെയും ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവനെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യമാണ്. അവിടെ പറയുമ്പോൾ, വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഇവിടെയും ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവൾ ശരീരത്തിലും ആത്മാവിലും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ 2 ഘടകമേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് 2 ഘടകങ്ങളാണുള്ളത്. 1 ആത്മാവും 2 ശരീരവും. പക്ഷേ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ചിന്തിച്ചപ്പോൾ അവിടെ പ്രാണനും ദേഹവും ദേഹിയും കാണാൻ സാധിക്കും. 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ബൈബിളിൽ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഒരു കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വാക്യം ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മറ്റൊരു വേദഭാഗം ഇതിനോടൊപ്പം നാം ചിന്തിക്കുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ
30 വാക്യമാണ്, മാർക്കോസ് 12:30. അവിടെ നാം കാണുന്നത് കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയാണ്. അവിടെ 4 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, അതുപോലെ തന്നെ പൂർണ്ണ ആത്മാവ്. ഈ 4 ഘടകങ്ങളാണ്. ഒന്ന് ഹൃദയം, ആത്മാവ്, അതുപോലെ തന്നെ ശക്തി, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്. ഈ 4 ഘടകങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യന് 4 ഘടകമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായിട്ടും അവൻ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ആ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം ദൈവത്തോട് ആ വ്യക്തിക്ക് ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ബൈബിൾ നമ്മൾ ആദ്യോടന്ന് പഠിക്കുമ്പോൾ, ഈ വിഷയം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ 2 ഘടകങ്ങൾ കാണുന്നു. അവൻ്റെ ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്. ആദാമിനെ ദൈവം നിലത്തെ പൊടി കൊണ്ട് രൂപമുണ്ടാക്കി, ഒരു ഘടകം. മറ്റൊന്ന് ദൈവത്തിൻ്റെ ശ്വാസം. ആ ശ്വാസം രണ്ടാമത്തെ ഘടകം. ആ ശ്വാസം പ്രവേശിക്കുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞ് ജീവൻ ഉണ്ടായി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ 2 ഘടകങ്ങളാണ് നാം പ്രധാനമായിട്ടും കാണുന്നത്. ഒന്ന് മണ്ണിൽ നിന്നെടുത്തിരിക്കുന്ന ശരീരവും, 2 ദൈവത്തിൻ്റെ ശ്വാസമായ ആത്മാവും. ഇതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. പൊടി പണ്ട് ആയിരുന്നതുപോലെ തിരികെ പൊടിയിലേക്ക് ചേരും, ആത്മാവോ അത് നൽകിയ ദൈവത്തിങ്കിലേക്ക് പോകും. ഇത് ആദാമിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ആ വാക്യം പറയുന്നത്. അവിടെ നമ്മൾ 2 ഘടകമാണ് കാണുന്നത്. ഒന്ന് പൊടി, അതാണ് ശരീരം. 2 ദൈവം കൊടുത്തിരിക്കുന്ന ശ്വാസം, ആത്മാവ്. അങ്ങനെ ആ ഭാഗത്ത് 2 കാണുന്നു. നമ്മൾ പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തേഫാനോസ് കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് താൻ അവിടെ പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. അവിടെ 2 ഘടകമാണ് നാം കാണുന്നത്. അതുപോലെ ഒരു പെൺകുട്ടിയെ കർത്താവായ യേശുക്രിസ്തു ഉയർപ്പിക്കുമ്പോൾ അവിടെ അവളുടെ ശരീരം അവിടെ ശവമഞ്ചത്തിലിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ബാലെ, അവളുടെ ആത്മാവിനെ തിരികെ വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ 2 ഘടകം. അപ്പോൾ ബൈബിൾ നാം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ചില ഭാഗത്ത് 2 ഘടകങ്ങളും ചില ഭാഗങ്ങളിൽ 3 ഘടകങ്ങളും കാണുന്നു. 3 ഘടകങ്ങൾ കാണുന്ന ഒരേ ഒരു വാക്യം എന്ന് പറയുന്നത് ബൈബിളിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യമാണ്. അപ്പോൾ മറ്റൊരു സംശയം, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ അവിടെ 6 ഘടകങ്ങളാണുള്ളത്. അതായത് ഒരു അസ്ഥിയും മജ്ജയും ശരീരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 6 ഭാഗങ്ങളായിട്ട് കാണാം. അത് നമുക്ക് ദേഹം, ദേഹി, ആത്മാവെന്നുള്ള ഒറ്റ അർത്ഥത്തിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അതിന് വ്യക്തമായി പറയുന്ന തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യമാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് 3 ഭാഗങ്ങളെ കാണുവാൻ സാധിക്കും. അത് മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നു. മറ്റൊരു കാര്യവും കൂടി, ഈ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, ആത്മാവും അതുപോലെ തന്നെ ദേഹിയും പരസ്പരം മാറി ഉപയോഗിച്ചതായിട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-47 വാക്യങ്ങളിൽ മറിയ സ്തോത്രം ചെയ്യുമ്പോൾ അവിടെ പറയുന്നത്, എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ആത്മാവോ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടെ 2 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേഹിയും അതുപോലെ ആത്മാവുമാണ്. ഇത് ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഒരു വാക്കിൻ്റെ അർത്ഥം കിട്ടുവാൻ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതേ രീതിയിലും ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു പരിസമാപ്തിയായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിയിലും അവൻ്റെ മരണത്തിലും അവൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഘടകങ്ങളായിട്ട് നാം കാണുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ കാര്യം പറയുമ്പോഴാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-23 പറയുമ്പോൾ 3 ഘടകങ്ങളെ നാം കാണുന്നത്. അതവൻ്റെ പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണത്തെ കാണിക്കുന്നു. ആ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മറ്റേ വാക്യം കണ്ടു. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ അവിടെ ഒരു വിവാഹം കഴിക്കാത്ത സ്ത്രീയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ 2 ഘടകമേ ഉള്ളൂ, ശരീരവും ആത്മാവും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ വെളിപ്പെടുത്തുന്നത് അവൻ്റെ സൃഷ്ടിയിലും മരണസമയത്തും 2 ഘടകങ്ങൾ കാണുമ്പോൾ തന്നെ
ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഴുവൻ ഭാഗങ്ങളെയും ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെ മുഴുവൻ ശരീരത്തിലെ ഭാഗങ്ങളെയും, അവൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും അതുപോലെ തന്നെ ദേഹിയെയോ പ്രാണനെയോ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ 3 ഘടകങ്ങളെ കാണുന്നു: ദേഹം, ദേഹി, ആത്മാവ്. അതുകൊണ്ട് മനുഷ്യനെ അത്ഭുതകരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ അത്ഭുത സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ അത് സാധിക്കും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.